സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ചിത്രം തിയേറ്ററുകളിൽ. സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ചിത്രം മിനിമോളുടെ അച്ഛൻ വെള്ളിയാഴ്ച പ്രദർശനത്തിനെത്തി. കൃഷ്ണനും രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് മിനിമോളുടെ അച്ഛൻ. ചിത്രത്തിൽ പഞ്ച് ഡയലോഗുകളിലെ പെരുമഴയായിരിക്കുമെന്ന് എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പണ്ഡിറ്റ് പറഞ്ഞു. പതിവ് പോലെ ഛായാഗ്രഹണം ഒഴികെ മറ്റെല്ലാ അണിയറ പ്രവർത്തനങ്ങളും സന്തോഷ് പണ്ഡിറ്റ് തനിയെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 8 പാട്ട്, 8 ഡാൻസ്, 8 സ്റ്റണ്ട്, എണ്ണം പറഞ്ഞ 8 നായികമാർ മിനിമോളുടെ അച്ഛനിലുമുണ്ട്. ഗാനരചന, സംഗീതം, ആലാപനം, നൃത്തം, സംഘട്ടനം, കഥ, തിരക്കഥ, സംഭാഷണം, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, കലാസംവിധാനം, വസ്ത്രാലങ്കാരം, പശ്ചാത്തല സംഗീതം, നിർമ്മാണം, സംവിധാനം എല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെ. കാളിദാസൻ കവിത എഴുതുകയാണ്, നീലിമ നല്ല കുട്ടിയാണ് എന്നീ 2 ചിത്രങ്ങളും ഉടനെ ഉണ്ടാകുമെന്നും സന്തോഷ് പണ്ഡിറ്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയേക്കാൾ കൂടുതൽ സാധ്യത കേരളത്തിലാണെന്ന് ഒരു ചോദ്യത്തിനുത്തരമായി പണ്ഡിറ്റ് പറഞ്ഞു. കേരളത്തിൽ പാർട്ടിയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം അംഗത്വമെടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നും പണ്ഡിറ്റ് പറഞ്ഞു. ഓസ്കാർ വാങ്ങിക്കാതിരിക്കാനുള്ള ജാടയൊന്നും തനിക്കില്ലെന്നും ജനങ്ങൾ ഏറ്റെടുക്കാതെ ഒരു ചിത്രത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ട് കാര്യമില്ലെന്നും മറ്റൊരു ചോദ്യത്തിനുത്തരമായി പണ്ഡിറ്റ് പറഞ്ഞു. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.